ഓക്കെ, അപ്പം ഗുഡ് ഈവനിങ് എവരിവൺ. നമ്മൾ ഇന്ന് ഹൈഡ്രോളിക്സിന്റെ രണ്ടാമത്തെ സെക്ഷനാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ബേസിക് ആയിട്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ നോക്കിയായിരുന്നു അല്ലെ? ജസ്റ്റ് എന്താണ് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്താണ് സ്പെസിഫിക് വെയിറ്റും ഡെൻസിറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അപ്പൊ നമ്മൾ ഇന്ന് രണ്ടാമത്തെ സെക്ഷനാണ്. നമുക്കറിയാം സബ്ജക്റ്റിന്റെ കോഡ് എന്ന് പറയുന്നത് 4011 അല്ലെ? അപ്പോ ഫസ്റ്റ് തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കുക. പ്രോപ്പർട്ടീസിനെ കുറിച്ച് അറിഞ്ഞു പറഞ്ഞത് ഡെൻസിറ്റി എന്താണ്? ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് മാസ് ഓഫ് ദി ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. വീഡിയോ ഓൺ ചെയ്യില്ലേ, അതിന്റെ യൂണിറ്റ് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്. ഇതിന്റെ ക്ലാസ് ഞാൻ ഇതിന് ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, മാസ് ബൈ വോളിയം ആണ്. പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? സ്പെസിഫിക് വെയിറ്റിനെ കുറിച്ച് പറഞ്ഞു. വെയിറ്റ് എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ വോളിയം ആണ് എന്ത്? സ്പെസിഫിക് വെയിറ്റ്. പിന്നെ പറഞ്ഞത് അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞു. ഇതിനകത്ത് സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. നെക്സ്റ്റ് വൺ, അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് സ്പെസിഫിക് വോളിയം. പറഞ്ഞു തന്നായിരുന്നു കഴിഞ്ഞ ദിവസം. സ്പെസിഫിക് വോളിയത്തെ കുറിച്ച് പറഞ്ഞായിരുന്നോ? കഴിഞ്ഞ ദിവസം സ്പെസിഫിക് വോളിയത്തെ കുറിച്ച് പറഞ്ഞായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിന്റെ ഡെഫിനിഷൻ. സ്പെസിഫിക് വോളിയം ഒരു ഗിവൺ മാസിന് എത്രമാത്രം വോളിയമാണ് ഉൾക്കൊള്ളുന്നത് എന്നാണ് ഈ സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത്. നമ്മുടെ ഡെൻസിറ്റി ആയിക്കോട്ടെ, സ്പെസിഫിക് വെയിറ്റ് ആയിക്കോട്ടെ, അതൊരു നിശ്ചിത വോളിയത്തിന് എത്രമാത്രം വെയിറ്റ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം മാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ഗിവൺ മാസ് അതിന് എത്രയാണ് വോളിയം ഉൾക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കിലോഗ്രാം ഒരു പ്രത്യേക ഫ്ലൂയിഡ് എത്രയായിരിക്കും അതിന്റെ വോളിയം. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ഇതേ ഒരേ കിലോഗ്രാം തന്നെ വേറൊരു വസ്തുവിന്റെ വെയിറ്റ് എത്രയായിരിക്കും. അങ്ങനെ ഒരു ഗിവൺ വെയിറ്റ് അല്ലെങ്കിൽ ഒരു ഗിവൺ മാസിനകത്ത് എത്രമാത്രമാണ് വോളിയം ഉൾക്കൊള്ളുന്നത് എന്നാണ് എന്ത് വെച്ച് ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക് വോളിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്പെസിഫിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു യൂണിറ്റിന്റെ കേസിലേക്കാണ് നമ്മൾ മിക്ക കേസിലും പോകുന്നത്. അപ്പം ബാക്കി എല്ലാ കേസിലും ഇപ്പൊ യൂണിറ്റ് വോളിയം ആണ് ഈ സ്പെസിഫിക് എന്ന് പറഞ്ഞ് വരുമ്പോൾ ആഡ് ആവുക. പക്ഷെ ഈ സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക? ഒരു ഗിവൺ മാസിന് എത്രമാത്രമാണ് അതിന്റെ ഭാരം അല്ലെങ്കിൽ അതിന്റെ മാസ്, അതാണ് സ്പെസിഫിക് വോളിയം കൊണ്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കേൾക്കാലോ അല്ലെ? അതിന്റെ യൂണിറ്റും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അതായത് ഒരു ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ മാസ് അല്ലേ വരിക? ഒരു ഗിവൺ മാസിന് എത്രമാത്രമായിരിക്കും വോളിയം ഉണ്ടാവുക. ഓക്കെ, അപ്പം വോളിയം ബൈ മാസ് ആയിരിക്കും എന്ത്? സ്പെസിഫിക് വോളിയം. റെഡി? അപ്പം വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ ക്യൂബ്. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. അപ്പം യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വോളിയം എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ ഓക്കെ പറ. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണം, അൺമ്യൂട്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. നിങ്ങൾ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ അങ്ങനെ തന്നെ ശീലിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടിരിക്കുമല്ലേ, അപ്പൊ നിങ്ങൾ ഡൗട്ട് ചെയ്ത് നമ്മൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് വൺ, എന്താണ് കംപ്രസിബിലിറ്റി? ഓക്കെ, നമ്മളിപ്പം പാട്ട് വെച്ചിരുന്നത് ഇതൊരു ഗിവൺ മാസ് ആണ് വിചാരിക്കാം. അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിനെ നമ്മൾ കംപ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുന്നത്? അതിനെ എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ പുഷ് ചെയ്യുവാണ് അല്ലെ? അങ്ങനെ ഒരു ഫ്ലൂയിഡ് കംപ്രസിബിൾ ആണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു പ്രഷർ കൊടുത്തിട്ട് അതിന് എന്താ പറ്റും? അതിന്റെ വോളിയത്തിന് നമുക്കൊരു കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ അതിനെ നമുക്ക് കുറച്ചും കൂടെ ചുരുക്കാൻ പറ്റും. അപ്പൊ കംപ്രസിബിലിറ്റി എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വഴി ഇതിനൊരു വോളിയത്തിന്റെ ചേഞ്ച് വരാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ TS പഠിച്ച സമയത്ത് നമ്മൾ ഓർത്തിട്ടുണ്ടാവും 3 ടൈപ്പ് മോഡുലസ്. അതിനകത്ത് രണ്ടാമത്തെ മോഡുലസ് ബൾക്ക് മോഡുലസ് ഓർമ്മയുണ്ടോ? ബൾക്ക് മോഡുലസ് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ബൾക്ക് മോഡുലസ്? ഫോഴ്സ് ബൈ എന്താണ്? ബൾക്ക് മോഡുലസ് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? പറഞ്ഞേ. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ് എല്ലാ മോഡുലസും. പക്ഷെ സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ, അതായത് ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡഡ് ബൈ ആ ഒരു സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പം ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന സ്ട്രെസ്
വോളിമെട്രിക് സ്ട്രെസ്. ഓക്കെ, ഇങ്ങനെ നമ്മളൊരു നോർമൽ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പം സ്ട്രെസ് എന്ന് പറയുമ്പോൾ എത്ര വരിക? ഇതാണ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ. ഇതിനായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത്? ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ഈ കംപ്രസിബിലിറ്റിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1 ബൈ ബൾക്ക് മോഡുലസ് ആണ്. ഓക്കെ, 1 ബൈ ബൾക്ക് മോഡുലസ്. അപ്പൊ നമുക്ക് വേഗം തന്നെ അത് എഴുതാൻ പറ്റും. EV ഡിവൈഡ് ബൈ വോളിമെട്രിക് സ്ട്രെയിൻ ഡിവൈഡ് ബൈ നോർമൽ സ്ട്രെസ്. ഇതാണ് എന്ത്? ബൾക്ക് മോഡുലസ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ പറഞ്ഞേ. EV എന്ന് പറയുന്നത് എന്താണ്? വോളിമെട്രിക് സ്ട്രെയിൻ അല്ലെ? വോളിമെട്രിക് സ്ട്രെയിൻ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടോ? വോളിമെട്രിക് സ്ട്രെയിൻ ആണ്, അതിന്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് പറ. എല്ലാവരും ഓക്കെ പറഞ്ഞു പോകുന്നുണ്ട്. വോളിമെട്രിക് സ്ട്രെയിന്റെ യൂണിറ്റ് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി അല്ലേ? സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ചേഞ്ച് ഇൻ ഡയമെൻഷൻ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ബൈ വി ആണെന്ത്? വോളിമെട്രിക് സ്ട്രെയിൻ. അപ്പോ ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ആയിരിക്കും. സ്ട്രെസ്സിന്റെ യൂണിറ്റോ? ഫോഴ്സ് ബൈ ഏരിയ അല്ലെ? സ്ട്രെസ് എന്ന് പറയുന്നത് ഫോഴ്സ് ബൈ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. ഏരിയന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ. റെഡി? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എന്തായിരിക്കും കംപ്രസിബിലിറ്റിന്റെ യൂണിറ്റ്? എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുമോ? കംപ്രസിബിലിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ആരും മിണ്ടുന്നില്ലല്ലോ, വേഗം പറഞ്ഞേ. കംപ്രസിബിലിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓക്കെ, ഒരാൾ ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ജസ്ലിൻ പറഞ്ഞേക്കുന്ന ആൻസർ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലെ? ഒന്ന് ആലോചിച്ച് നോക്കുക. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തിന്റെ യൂണിറ്റ് ആണ്? സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ് അല്ലെ? സ്ട്രെസ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. പക്ഷെ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ ബൾക്ക് മോഡുലസ് അല്ലെ? 1 ബൈ ബൾക്ക് മോഡുലസ് ആണ്. ബൾക്ക് മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ ഡിവൈഡഡ് ബൈ EV. റെഡി? അപ്പം ശരിക്കും കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ വരിക? EV ഡിവൈഡ് ബൈ സിഗ്മ. അതായത് ഒരു യൂണിറ്റ്ലെസ് ക്വാണ്ടിറ്റി ഡിവൈഡഡ് ബൈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പൊ എന്ത് ചെയ്യണം? 1 ഇൻറ്റു മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ. മനസ്സിലായോ? അപ്പൊ നമ്മുടെ യൂണിറ്റ് എത്ര വരും? മീറ്റർ സ്ക്വയർ പെർ ന്യൂട്ടൺ. ഇതാണ് എന്ത്? കംപ്രസിബിലിറ്റിന്റെ യൂണിറ്റ്. എല്ലാവർക്കും കിട്ടിയില്ലേ? മനസ്സിലാവും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പോവാം. അപ്പൊ കംപ്രസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായോ? കംപ്രസിബിലിറ്റി ഒക്കെ സ്പെസിഫിക് വോളിയം, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ? സ്പെസിഫിക് വോളിയവും കംപ്രസിബിലിറ്റി. ഓക്കെ, ആർക്കെങ്കിലും സംശയം നമുക്ക് ഒന്നുകൂടെ ചോദിക്കാം. അപ്പം അതിന്റെ യൂണിറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. കംപ്രസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് കൂടെ ഓർക്കുക. ഒരു പ്രഷർ, എക്സ്റ്റേണൽ പ്രഷർ കാരണം ആ ബോഡിക്ക് അതിന്റെ വോളിയത്തിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അടുത്തത് സ്പെസിഫിക് ഗ്രാവിറ്റി. കേട്ടിട്ടുണ്ടോ? നമ്മൾ ഫിസിക്സിൽ പണ്ട് പഠിച്ചതായിരിക്കും. ഇനി പഠിക്കാത്തവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിപ്പോ പഠിച്ചാണ് പോകുന്നത്. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ആർക്കെങ്കിലും ഒരാൾ കൺമ്യൂട്ട് ചെയ്തിട്ടെടുത്ത് പറയാം. അത്യാവശ്യം റേഞ്ചിലുള്ള ഒരാൾ പറഞ്ഞാൽ കുഴപ്പമില്ല. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി? ആരും ഉണ്ടൂല. അത്യാവശ്യം ആൾക്കാർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സന്തോഷം. എന്നാൽ നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കുക. ഓർമ്മയുണ്ടോ സ്പെസിഫിക് ഗ്രാവിറ്റി? ഇല്ല അല്ലെ? അപ്പൊ ജസ്റ്റ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും. വെയിറ്റ് ഓഫ് given volume of a liquid divided by weight of equal volume of water അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഇങ്ങനെ ഒരു ഇക്വേഷൻ പണ്ട് പഠിച്ച ഓർമ്മയുണ്ടോ?
ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. അതായത് വെയിറ്റ് ഓഫ് എ ഗിവൺ വോളിയം എന്ന് പറയുമ്പോൾ വെയിറ്റ് ബൈ വോളിയം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തിലേക്ക് പോയി? ഡെൻസിറ്റിയിലേക്ക് പോയി അല്ലെ? ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ആ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. അതിനെയാണ് നമ്മൾ ഈ ഒരു റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഒരു റേഷ്യോനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അതിനേക്കാളും എത്ര മടങ്ങ് ഹെവിയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്ന ആ ഒരു കമ്പാരിസൺ ആണ് ഇതുവഴി ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് രണ്ട് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ആണുള്ളത്. ലിക്വിഡിന്റെ കേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് ഏതാണ്? ലിക്വിഡിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ലിക്വിഡ് ആയിട്ട് നമ്മൾ പറയുന്നത് കെറോസിനോ? കൊള്ളാലോ. മണ്ണെണ്ണയാണോ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്? മെർക്കുറി കൊള്ളാം. വാട്ടർ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. അഭിനവ് അല്ലെ? വാട്ടർ ആണ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് കേട്ടോ, കെറസിൻ ഒന്നും അല്ല. നിങ്ങൾ കോൺക്രീറ്റ് ലാബ് ചെയ്തിട്ടാണോ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് കെറസിൻ ആയിട്ട് എടുത്തത്? ഓക്കെ, നമ്മള് ലിക്വിഡ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്യാസും വരും വാട്ടറും വരും അല്ലെ? എനിത്തിങ് ദാറ്റ് ക്യാൻ ഫ്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പം ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ ഗ്യാസും ഉണ്ട് വാട്ടറും ഉണ്ട്. ഈ വാട്ടറിന്റെ കേസിൽ, ലിക്വിഡിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അതേപോലെ എയറും എന്താണ്? ഒരു ഫ്ലൂയിഡ് ആണ് അല്ലെ? എയറും എന്താണ്? ഫ്ലോ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്. അല്ലെങ്കിൽ എയർ അല്ല, ഗ്യാസ്. ഗ്യാസിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയറുമാണ്. എന്താണ്? എയറും വാട്ടറും ആണ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്സ്. ലിക്വിഡിന്റെ കേസിൽ വാട്ടറും, ഗ്യാസിന്റെ കേസിൽ എന്തുവാണ്? ഗ്യാസിന്റെ കേസിൽ എയറും. റെഡി? അപ്പം നമ്മൾ ഒരു ലിക്വിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിനേക്കാളും എത്ര അധികം ഭാരമേറിയതാണ് അല്ലെങ്കിൽ എത്ര അധികം ഹെവിയർ ആണ് എന്നുള്ള ആ ഒരു കമ്പാരിസൺ ആണ് എന്ത്? ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റിനെ കുറിച്ച് നോക്കാം. ഇറ്റ് ഇസ് ദി ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് വെയിറ്റ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ദി വെയിറ്റ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഓഫ് ദി സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ്. ഒന്നെങ്കിൽ നമുക്ക് ഡെൻസിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് എന്നും പറയാം. രണ്ടും കറക്റ്റ് തന്നെയാണ്. കാരണം എന്താണ്? ഇപ്പൊ ഞാനിവിടെ ജി എന്ന് പറയുന്നത് is equal to density ആയിട്ട് എടുക്കുന്നു. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പൊ ഞാൻ ഇനി മേലെയും ഒരു ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, താഴെയും ഞാൻ ജി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും ഇൻറ്റു ജി, താഴെയും ഇൻറ്റു ജി. അപ്പൊ എന്തായി? റോ ജി എന്ന് പറയുമ്പോൾ എന്ത് വന്നു? റോ ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി ഡിവൈഡഡ് ബൈ റോ ഓഫ് വാട്ടർ ഇൻറ്റു ജി. അപ്പൊ എന്തായി? റോ ജി എന്ന് പറയുമ്പോഴത്തേക്കും എന്തായി? സ്പെസിഫിക് വെയിറ്റ് അല്ലെ? അപ്പൊ നമുക്ക് അതിനെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ. അങ്ങനെ ഒന്നെങ്കിൽ നമുക്ക് വെയിറ്റ് ഡെൻസിറ്റി ആയിട്ട്, അല്ലെങ്കിൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഈ രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ചാലും കറക്റ്റ് ആണ്. ഓക്കെ ആയോ? മനസ്സിലായോ? ഓക്കെ, ഇപ്പൊ ഒക്കെ ചില ആൾക്കാർ ജോയിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഏതൊക്കെയാ പറഞ്ഞത്? ജസ്റ്റ് നമ്മൾ സ്പെസിഫിക് വോളിയം എന്താണെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞത് കംപ്രസിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിനെ കുറിച്ചാണ്. സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ഡെഫിനിഷൻ ആണ് ഇപ്പൊ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. വെയിറ്റ് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ബൈ വെയിറ്റ് ഡെൻസിറ്റി ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമ്മൾ പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു റിവിഷൻ ആയിട്ട് പോകുന്നു. ഇനി ഫോർ ലിക്വിഡ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. ഗ്യാസിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത് എയർ ആണ്. അത് നമ്മൾ പറഞ്ഞു അല്ലെ? സ്പെസിഫിക് ഗ്രാവിറ്റി ഇസ് ഓൾസോ ടേംഡ് ആസ് എന്ത്? റിലേറ്റീവ് ഡെൻസിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി എന്നും നമുക്ക് പറയാം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സ്പീഡായിട്ട് പറയുന്നത്. ഇനി എല്ലാവരോടും കൂടി ചോദ്യം, എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ യൂണിറ്റ്? സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ആൻസർ ചെയ്തോ? ടൈപ്പ് ചെയ്തോ? നമ്മളൊരു അരം യൂണിറ്റ് ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. യൂണിറ്റ് ലെസ് ആണ്. ഓക്കെ, കോൺഫിഡൻസ് ആയിട്ട് പറയാം. അതായത് മേലെയും ഡെൻസിറ്റി താഴെയും ഡെൻസിറ്റി ആണ്. ആ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ യൂണിറ്റ് ലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, അർജുൻ കൈ കാണിച്ചിട്ടുണ്ടല്ലോ. എന്താ ഇതിൽ ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, മാത്തമാറ്റിക്കലി നമുക്ക് പറയാം എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇനി ഈ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗമുണ്ടോ? എന്തായിരിക്കും ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ? പറ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ തോന്നുന്നുണ്ടോ? ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി അറിയാമെങ്കിൽ നമുക്ക് ആ ലിക്വിഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എന്താണ്, ഡെൻസിറ്റി ഓഫ് വാട്ടർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഈ അറിയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഈ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ അതുകൊണ്ടാകെ നമ്മൾ ഉള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ലിക്വിഡിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പം 1ന് മേലെയാണെങ്കിൽ ആ ഒരു ലിക്വിഡ് എന്ന് പറയുന്നത് വാട്ടറിനേക്കാളും ഡെൻസർ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്തേ, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാളും കൂടുതലാണെങ്കിലല്ലേ ഈ ഒരു എസ് എന്ന് പറയുന്ന വാല്യൂ 1ന് മേലെ പോകുന്നത്, അല്ലെ? ഇനി 1ൽ താഴെ വരുന്നത് എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാളും കൂടുതലാണെങ്കിൽ, അത് ഇത്ര ഓർത്താൽ മതി. ഇപ്പം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ 1 എടുത്തിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലാണ്, 1.2 ഡിവൈഡ് ബൈ 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഗ്രേറ്റർ ദാൻ 1 കിട്ടി അല്ലേ? അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡെൻസിറ്റി ഓഫ് വാട്ടറിനേക്കാളും കൂടുതലാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 വരും. ഇനി ഒന്ന് നോക്കിക്കേ, 0.5 ഡിവൈഡ് ബൈ 1. അപ്പം ഈ പറയുന്ന വാല്യൂ 0.5 നമ്മൾ വാട്ടറിന്റെ ഡെൻസിറ്റി 1 ആയിട്ടെടുത്തു, 1 gram per centimeter cube. നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ലിക്വിഡിന്റെ ഡെൻസിറ്റി 0.5 gram per centimeter cube ആണ് എന്ന് വിചാരിക്കാം. അപ്പം ഇതെന്ന് പറയുന്നത് വെള്ളത്തിനേക്കാളും എന്താണ്? ലൈറ്റർ ആണ് അല്ലെ? അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഈ കേസിൽ എന്തായിരിക്കും? ലെസ് ദാൻ 1 അല്ലേ? ഈ കാര്യം മനസ്സിലായോ? ഇതങ്ങനെ ഒന്നും ഓർക്കണ്ട, നമുക്ക് ആ ഒരു കമ്പാരിസൺ മനസ്സിലാവാനാണ്. എസ് 1ൽ കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി 1നേക്കാളും കൂടുതലാണെങ്കിൽ ഓർത്തുള്ള ആ ഒരു ലിക്വിഡ് വാട്ടറിനേക്കാളും ഡെൻസർ ആയിരിക്കും. 1ൽ താഴെയാണെങ്കിൽ വാട്ടറിനേക്കാളും ലൈറ്റർ ആയിരിക്കും. ഡെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ മോളിക്യൂൾസ് ഒക്കെ കുറേ കൂടെ ഒക്കെ അടുത്തടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ ഹെവിയർ അല്ലെങ്കിൽ ഡെൻസർ ആയിട്ട് തോന്നും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വിസ് ഉണ്ട് കേട്ടോ. അപ്പം അതിന്റെ റാങ്ക് ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ഒക്കെ ഉണ്ടാവും. അപ്പം ഫസ്റ്റ് വൺ, ദസ് ദി ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമുക്ക് അറിയാത്ത ഒരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എസ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആയിരിക്കും. ഓക്കെ, ഈ സെഷന്റെ അവസാനം ക്വിസ് ഉണ്ട്. അപ്പം അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് മാർക്ക് ഉണ്ടാവും കേട്ടോ. ആദ്യത്തെ 5 റാങ്കിൽ എത്തുന്നവർക്ക് മാർക്ക് ഉണ്ടാവും. അടുത്തതായിട്ട് നമ്മൾ ഒരു പ്രോബ്ലം ആണ്, നിങ്ങൾക്ക് ഇപ്പം ഒരു 6 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പേപ്പറും പേന എടുക്കാം, ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇവിടെ പറഞ്ഞേക്കുന്നത് കാൽക്കുലേറ്റ് ദി ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ് ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 liter ഓഫ് എ ലിക്വിഡ് വിച്ച് വെയ്റ്റ്സ് 7 Newton. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ഡെൻസിറ്റി കണ്ടുപിടിക്കണം, സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിക്കണം, സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ആ ലിക്വിഡിന്റെ വോളിയം തന്നിട്ടുണ്ട്. 1 ലിറ്റർ ആണ് നമുക്ക് തന്നിരിക്കുന്ന വോളിയം. ആ 1 ലിറ്റർ വോളിയത്തിനുള്ള മാസ് എന്ന് പറയുന്നത് എത്രയാണ്? അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 7 Newton. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു ഗിവൺ ആയിട്ട് എന്തൊക്കെ എഴുതി വെക്കാം? വോളിയം എത്രയായിരിക്കും? വോളിയം എന്ന് പറയുന്നത് 1 ലിറ്റർ അല്ലെ? 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ക്യൂബ് ആണ്? 1 ലിറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ക്യൂബ് ആണ്? അല്ലെങ്കിൽ 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് എത്ര ലിറ്ററാ? മനസ്സിലാവുന്നില്ല? 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ് അല്ലെ? ഇത് 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. 1 മീറ്റർ എത്ര ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം അല്ലെ? അത്രയും വലിയൊരു ക്യൂബ് ആണെന്ന് വിചാരിക്കാം. 1 ലിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഇത്ര ഉണ്ടാവുള്ളൂ, ഒരു ചെറിയ പോർഷൻ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ 1000 ഭാഗങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് ഒരു മീറ്റർ ക്യൂബ് ഉണ്ടാവുന്നത്. 1000 ലിറ്റർ ആണ് 1 മീറ്റർ ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് 1 ലിറ്റർ ആണ് നമുക്ക് വോളിയം. അതാകുമ്പോൾ എത്രയായിരിക്കും? 1/1000 മീറ്റർ ക്യൂബ് എന്ന് എഴുതാലോ. 1 ലിറ്റർ എന്ന് പറയുന്നത് ഈക്വൽ ടു 10⁻³ മീറ്റർ ക്യൂബ്. ഇതൊന്ന് ഓർത്തിരുന്നേക്കാട്ടോ. റെഡി? അടുത്തത്
വോളിയം നമുക്കിപ്പം 1/1000 മീറ്റർ ക്യൂബ് കിട്ടി. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വെയിറ്റ് എത്രയാണ്? 7 ന്യൂട്ടൺ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ചാലോ? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ വെയിറ്റ് ഡെൻസിറ്റി, വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ? സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയം. ഡെൻസിറ്റി എന്താണ്? മാസ് ഡിവൈഡഡ് ബൈ വോളിയം. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്കിവിടെ വെയിറ്റ് തന്നിട്ടുണ്ടല്ലോ 7 ന്യൂട്ടൺ, വോളിയം തന്നിട്ടുണ്ടല്ലോ 1/1000. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ വേണേൽ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്താൽ മതി. അതായത് ഇത് എഴുതുമ്പോൾ ഇത്ര ഓർത്താൽ മതി. 7 ന്യൂട്ടൺ ഇൻറ്റു ഈ ഫ്രാക്ഷനെ നമ്മൾ 7/1/1000 അല്ലേ, അതിനെ നമ്മൾ ഇതിന്റെ റെസിപ്രോക്കൽ, അതായത് റെസിപ്രോക്കൽ എന്ന് പറയുന്നത് 1000 ആണ്, ഇൻറ്റു 1000 ഡിവൈഡ് ബൈ 1. അതായത് ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ വരാൻ നേരത്ത് മൾട്ടിപ്ലൈ ചെയ്യണേ എത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് a/b ഡിവൈഡ് ബൈ c/d എന്ന് വരികയെന്ന് വിചാരിക്കാം. ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? a/b ഇൻറ്റു d/c ചെയ്താൽ മതി. അപ്പൊ ഇവിടെ 7 ഡിവൈഡ് ബൈ 1 അല്ലേ? 7 1/1000. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 7 ഡിവൈഡ് ബൈ 1 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 1. ഇത് സിമ്പിൾ മാത്തമാറ്റിക്സ് ആണ്, ഓർത്തോണം കേട്ടോ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. മനസ്സിലായോ? ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താണ്? സ്പെസിഫിക് വെയിറ്റ്. ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? വേഗം പറഞ്ഞേ. റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഇപ്പം റേഞ്ച് ഇല്ലാണ്ട് പറമ്പിൽ പോയി ഇരിക്കുന്നവർക്കൊക്കെ ഈ ക്ലാസ് ഒരു ബുദ്ധിമുട്ടാവും അല്ലെ? പുറത്തിറങ്ങാൻ പറ്റുമല്ലോ. എന്നാലും കൂടുതൽ ആൾക്കാർക്കും ഈ സമയത്ത് നെറ്റ്വർക്ക് കിട്ടേണ്ടതാണ്. പിന്നെ നിങ്ങളാണെങ്കിലും വീട്ടിലിരിക്കുന്ന സമയമല്ലേ, കുഴപ്പമില്ലല്ലോ. റെഡി? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ടേം കിട്ടി. ഓക്കെ, 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് 2 മാർക്കായി. നെക്സ്റ്റ് വൺ. അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡെൻസിറ്റി കണ്ടുപിടിക്കാലോ. അടുത്ത നമ്മൾ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന റോ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മൾ റോ ഇൻറ്റു ജി എന്ന് പഠിച്ചല്ലോ. ഇവിടെ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് കിട്ടി, ജി അറിയാം, ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാം? ഡെൻസിറ്റി റോ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അത് എത്ര വരും? സ്പെസിഫിക് വെയിറ്റ് നമുക്കറിയാം 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, 9.8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡെൻസിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എത്ര വരും? ഒന്ന് ചെയ്തേ. 7000 ഡിവൈഡഡ് ബൈ 9.8 എത്ര വരും? 714 ആണ് ഓക്കെ. 9.8 എന്ന് പറയുമ്പോഴത്തേക്കും 7000 താഴെ അല്ലേ? ഓക്കെ, 713 അല്ലേ? ഓക്കെ, 714.2 714.2 ആണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത്. അത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കാരണം എന്താ? മാസ് ബൈ വോളിയം അല്ലേ ഡെൻസിറ്റി. അപ്പം 714.2 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ എപ്പോഴും ഓർത്തോളാം, ഈ യൂണിറ്റ് എഴുതാൻ വിട്ടുപോയേക്കരുത് കേട്ടോ. യൂണിറ്റ് എഴുതാൻ ഓർത്തോണം. ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി നമുക്കുള്ളൂടെ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന്. സ്പെസിഫിക് ഗ്രാവിറ്റിയും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. നോക്കട്ടെ. പിന്നെ അത് മനസ്സിലാവാത്തണ്ടേ അൺമ്യൂട്ട് ചെയ്യുക, ചോദിക്കുക കേട്ടോ. ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ തന്നെ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാ പ്രോബ്ലം തന്നെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ തന്നെ അറ്റൻഡ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് തോന്നും. ഒരുപാട് സാധനങ്ങൾ പൈലപ്പ് ചെയ്തായി പോകുമ്പോഴാണ് നമുക്ക് എന്തായി പോവുക, അവസാനം നിങ്ങൾക്ക് അതുമില്ല ഇതും ഇല്ലാത്ത അവസ്ഥയിലായി പോകുന്നത്. അപ്പൊ ജസ്റ്റ് നമുക്ക് ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടുപിടിക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമുക്ക് കിട്ടിയോ? 714.2.
714.2 ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എടുക്കണം. യൂണിറ്റ് നോക്കിയിട്ട് വേണം കേട്ടോ നമുക്ക് സ്പെസിഫിക് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എടുക്കാൻ. അപ്പൊ ഇവിടെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ് 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി മേലെ നമുക്ക് ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ് ആണ് കിട്ടിയെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്ര എടുക്കണം 1 gram per centimeter cube. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. ഡെൻസിറ്റിന്റെ യൂണിറ്റും കൺവേർഷനും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെങ്ങനെയാ വന്നതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. അപ്പം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 0.71. എത്രയാണ് അതിന്റെ യൂണിറ്റ് ഉണ്ടോ ഇല്ല. 0.71 ആണ് അതിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ അല്ലെ 0.71. റെഡി. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർട്ടിയും കൂടെ നോക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഇതാക്കി തരാം. ഇത് അതിന്റെ ജസ്റ്റ് അതിന്റെ പ്രസന്റേഷൻ ആണ്. സൊല്യൂഷൻ ഒന്ന് കാണിച്ചെന്നുള്ളൂ. സെയിം ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. റെഡി. അടുത്തത് വിസ്കോസിറ്റി. ഓക്കെ, വിസ്കോസിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്താണ് വിസ്കോസിറ്റി? വിസ്കസ് ഫ്ലൂയിഡ്. വിസ്കോസിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ തേൻ എടുത്ത് നോക്കുക, വെള്ളം എടുത്ത് നോക്കുക. വെള്ളവും തേനും. നമ്മൾ വെള്ളം ഒരു മേശയിലേക്ക് മറിക്കുക. ഒരു മേശപ്പുറത്തേക്ക് നമ്മൾ വെള്ളം മറിക്കുക. ഇതേപോലെ തന്നെ ഒരു മേശപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, തേനും മറിക്കുക. എന്തെങ്കിലും വ്യത്യാസം കാണാനുണ്ടാവോ? ടേസ്റ്റ് അല്ല, അതിന്റെ വ്യത്യാസം, അതിന്റെ ആ ഒഴുക്കില് നമ്മൾ നോക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം കാണാനുണ്ടാവോ? റെസിസ്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു റെസിസ്റ്റൻസില് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം തേൻ ഒഴുകുന്ന പോലെ അല്ല, വെള്ളം ഒഴുകുന്ന പോലെ തേൻ ഒഴുകുന്നില്ല. ഇനിയിപ്പോ ടാറ് നമ്മൾ ഒഴിക്കുകയാണ്. ടാർ ഒഴിക്കുകയാണെങ്കിൽ എന്താണ്, വെള്ളം വേഗം ഒഴുകും. അതേസമയം തേന് അത്രയും ഒഴുകത്തില്ല അല്ലെ. അപ്പം അവിടെ ആ ഒരു പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോക്ക് ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് ടു ദി നാച്ചുറൽ ഫ്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് ഒരു വിസ്കസ്, ഒരു തേന് പോലത്തെ ഒരു വെള്ളവും ഒരു ഓയിലും എണ്ണ പോലത്തെ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്ലോയിലെ എന്താണ് പാറ്റേൺ ഒരു വ്യത്യാസം വരും. അങ്ങനെ ആ ഒരു റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇസ് ദി മെഷർ ഓഫ് ദി ഫ്ലൂയിഡ്സ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. എത്രമാത്രമാണ് ആ ഒരു ഫ്ലൂയിഡ് ഈ ഫ്ലോക്ക് റെസിസ്റ്റൻസ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുള്ള ഇതാണ് എന്ത് പറയുന്നത്, റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓഫ് എ മൂവിംഗ് ഫ്ലൂയിഡ്. ആ ഒരു ഫ്ലൂയിഡിനുള്ള ഒരു ഇന്റേണൽ ഫ്രിക്ഷൻ, ഓക്കെ, അതിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ഇന്റേണൽ ഫ്രിക്ഷൻ ആണ് ഈ ഒരു വിസ്കോസിറ്റി വെച്ചിട്ട് പറയുന്നത്. which has large resistance motion because it is molecule it make up lot of internal friction. അതായത് ഒരു നല്ല വിസ്കോസിറ്റി ഉള്ള ഒരു ഫ്ലൂയിഡ് എന്താണ്, അതിന്റെ ആ ഒരു ഇന്റേണൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ടിക്കിൾ അതിൻ്റെതായ പാർട്ടിക്കിളിലേക്ക് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ വല്ലാണ്ട് കൂടി കഴിയുമ്പോഴാണ് ആ ഒരു ഫ്ലൂയിഡ് വല്ലാണ്ട് വിസ്കസ് ആയിട്ട് നിലനിൽക്കുക. അപ്പൊ വിസ്കോസിറ്റിന്റെ ആ ഒരു ഡെഫിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാം, അഡ്ഹഷനും കൊഹേഷനും. ഓക്കെ, അപ്പം ഈ ഒരു വിസ്കോസിറ്റി കൂടുന്നതിൽ അഡ്ഹഷൻ ആയിരിക്കുമോ കൂടുതൽ? അഡ്ഹഷനും കൊഹേഷനും ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടോ? അഡ്ഹഷനും കൊഹേഷനും ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഓരോരുത്തരുടെ പേര് വിളിക്കേണ്ടി വരുമോ? ഉണ്ട്, ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു പാർട്ടിക്കിളിന്, ഒരു ലിക്വിഡിന്റെ പാർട്ടിക്കിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പാർട്ടിക്കിളിന്, ഒരു മോളിക്യൂളിന് പല മോളിക്യൂൾസുമായിട്ട് ഒരു ഇന്ററാക്ഷൻ വരും. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു അട്രാക്ഷനോ റിപ്പൾഷനോ തോന്നാം. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്റർ മോളിക്യുലർ അട്രാക്ഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വാട്ടറിൽ കുറെ മോളിക്യൂൾസ് അടങ്ങിയിരിക്കുന്നില്ലേ? ഈ വാട്ടർ ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു എന്ന് വിചാരിക്കാം. വാട്ടർ ഞാനൊരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു. അപ്പം ഈ വാട്ടറിന്റെ മോളിക്യൂൾസുമായിട്ടും ഒരു അട്രാക്ഷൻ തോന്നാം. അതേപോലെ തന്നെ വാട്ടറിന് ഈ ഒരു കണ്ടെയ്നറിന്റെ മോളിക്യൂൾസിലേക്കും ഒരു അട്രാക്ഷൻ തോന്നാം. മനസ്സിലായോ? ജസ്റ്റ് അഡ്ഹഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാർട്ടിക്കിളിന് വേറൊരു പാർട്ടിക്കിൾ അല്ലെങ്കിൽ അതിൻ്റെതല്ലാത്ത വേറൊരു പാർട്ടിക്കിളിലേക്ക് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ ആണ് അഡ്ഹഷൻ. കൊഹേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പാർട്ടിക്കിൾ, അതായത് ലിക്വിഡ് മോളിക്യൂൾസിന് അതേ ലിക്വിഡിന്റെ മോളിക്യൂൾസിലേക്ക് വരുന്ന ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് എന്ത്, കൊഹേഷൻ. അങ്ങനെ ഒരു മോളിക്യൂളിന് പലതരത്തിലുള്ള മെറ്റീരിയലിലേക്ക് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ആണ് എന്ത്, അഡ്ഹഷനും കൊഹേഷനും.
ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ് തമ്മിലുണ്ടാകുന്ന അട്രാക്ഷൻ ആണ് എന്ത്? കൊഹഷൻ. അഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പം വാട്ടറും കണ്ടെയ്നറും ഇല്ലേ, നമ്മൾ കയറി ചെയ്തിരിക്കുന്ന ആ ഒരു കുപ്പി, ആ കുപ്പീന്റെ ഭിത്തിയിൽ അല്ലെങ്കിൽ അതിന്റെ വാൾസിൽ വാട്ടർ മോളിക്യൂൾസ് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സർഫസിലേക്ക് കയറുന്ന, അതാണ് എന്ത്? കൊഹഷൻ. സോറി, അഡേഷൻ. അതായത് ലിക്വിഡിന് ബോട്ടിലിന്റെ മോളിക്യൂൾസ് വരുന്ന അട്രാക്ഷൻ അഡേഷനും, ലിക്വിഡിന്റെ തന്നെ മോളിക്യൂൾസിലേക്ക് തോന്നുന്നത് കൊഹേഷനും. കൺഫ്യൂഷൻ ആയി പോകാനാണെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം, അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ മാത്രമേ പറയുന്നുള്ളൂ, മറ്റേ സാറ് കൂതറയെന്ന് പറയും. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു 2 ചെക്കന്മാർ ഒരുമിച്ച് നടക്കുകയാണെന്ന് വിചാരിക്കാം. 2 ചെക്കന്മാര് ഒരുമിച്ച് നടക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം ഇത് രണ്ടും ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ് ആണെന്ന് സമ്മതിച്ചോ? 2 ബോയ്സ് ഒരുമിച്ച് നടക്കുകയാണെങ്കിൽ അത് ഒരേ തരത്തിലുള്ള മോളിക്യൂൾസ്. ഇവർ തമ്മിലുള്ള ഈ ഫ്രണ്ട്ഷിപ്പിന് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് കൊഹേഷൻ ആണ്, ആർക്കും ഒരു പ്രശ്നമില്ല. അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെ? ഇപ്പൊ ജസ്റ്റ് നോക്കുക, ഇതൊരാണും ഇതൊരു പെണ്ണുമാണെന്ന് വിചാരിക്കുക. ഇച്ചിരി മുടിയൊക്കെ ഉണ്ട്. ഓക്കെ, ഇതൊരാണും ഒരു പെണ്ണും ഒരുമിച്ച് നടക്കുവാണെങ്കിൽ കുറെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? സദാചാരക്കാര് അങ്ങനെ പല പ്രശ്നങ്ങളും വരുവാണെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു അടിക്ക് ചാൻസ് ഉണ്ട്. എന്തിനാണ്? ഒരു അടിക്ക് ചാൻസ് ഉണ്ട്. വീട്ടുകാരടിക്കാം, നാട്ടുകാരടിക്കാം, ആരും അടിക്കാം. ഓക്കെ, സാർ അടിക്കാൻ പറഞ്ഞു എന്നൊന്നുമല്ല, ജസ്റ്റ് അങ്ങനെ ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ അഡേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ലിക്വിഡ് പാർട്ടിക്കിളിന് വേറെ ഏതെങ്കിലും ഒരു മോളിക്യൂളിലേക്ക് തോന്നുന്ന ആ ഒരു അട്രാക്ഷൻ, അത് എന്താണ്? അഡേഷൻ. മറ്റേത് എന്താണ്? കൊഹേഷൻ. അപ്പൊ അഡേഷൻ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, കൊഹേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റേതാണ് എന്ന് വിചാരിച്ചാൽ മതി. ഒരേ മോളിക്യൂൾസ് വരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ. ഓക്കെ, ഇനി മറന്നു പോവോ? എല്ലാം ഓർത്തിരിക്കേണ്ട, അടിയും ഇത് ഓർത്തിരിക്കേണ്ട, പക്ഷെ എന്തിനാ എവിടെയാണെന്നൊന്നും ഓർക്കാൻ ചാൻസ് ഇല്ല. ഓക്കെ, റെഡി അല്ലേ? എല്ലാവരും ഉണ്ടോ ക്ലാസ്സിൽ? അപ്പം അഡേഷൻ എന്താണ്, കൊഹേഷൻ എന്താണ് എന്നൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഈ വിസ്കോസിറ്റി പറയാൻ നേരത്തെ അതിനകത്ത് ഒരു ലോയും കൂടെ പഠിക്കാനുണ്ട് കേട്ടോ. ലോയും ഡെറിവേഷൻ ഒക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ആ ലോ വേഗം പറഞ്ഞുതരാം. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് ഇത്രേ ഉള്ളൂ. ഓക്കെ, അതായത് ഷിയർ സ്ട്രെസ്, അതായത് 2 പാർട്ടിക്കിൾസ്, 2 ലെയേഴ്സ് ഇങ്ങനെ എന്താണ്, ഒരു ലെയറിന്റെ മേലെ കൂടെ മറ്റേ ലെയർ ഇങ്ങനെ പോകുമ്പോ അല്ലേ ഈ ഒരു വിസ്കോസിറ്റി ഉണ്ടാവുന്നത്? ഒരു ലെയറിന് മേലെ മറ്റൊരു ലെയർ ഇങ്ങനെ പോകുമ്പോൾ ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ കാരണം വരുന്ന ആ ഒരു ജനറേറ്റ് ആവുന്ന ആ ഒരു ഷിയർ സ്ട്രെസ് will be directly proportional to the velocity gradient du divided by dy. ഇതാണ് എന്ത് പറയുന്നത്? ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഉണ്ടാവില്ല അല്ലെ? അപ്പൊ ഞാൻ ഇതിന്റെ ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ഫ്ലൂയിഡിന്റെ ലെയർ ആണെന്ന് വിചാരിക്കുക. ഇത് അറ്റ് എ ഡിസ്റ്റൻസ് y ഈക്വൽ ടു 0, ഇത് അറ്റ് എ ഡിസ്റ്റൻസ് y ഈക്വൽ ടു ഒരു y ഹൈറ്റില് വേറൊരു ലെയർ. കുറെ ലെയേഴ്സ് ആണ് ഇത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇപ്പോഴും ഓർത്തോളാം, വെള്ളം പോകാൻ നേരത്ത് ഒരു ലെയറിന്റെ മേലെ കൂടെ ആയിരിക്കും അടുത്ത ലെയർ ഇങ്ങനെ പോകുന്നത്. താഴത്തെ ലെയർ അങ്ങനെ നിൽക്കുന്നു, അതിന്റെ മേലെ കൂടെ ഇങ്ങനെ വരുന്നു. അപ്പം ഇതിന്റെ മേലെ കൂടി ഈ ലെയർ ഇങ്ങനെ പോകുമ്പോൾ അതിന് വരുന്ന ആ ഒരു ഫ്രിക്ഷൻ, അതായത് മേലേക്ക് പോകുന്നതോറും സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. കാരണം അവിടെ ഈ ഒരു സർഫേസിന്റെ ഫ്രിക്ഷൻ ഇല്ല. മേലത്തെ ലെയർ ആയിരിക്കും താഴത്തെ ലെയറിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോവുക എന്നെങ്കിലും ഒന്ന് ഓർക്കുക. അപ്പം ആദ്യത്തെ ലെയർ ഒരു ഡിസ്റ്റൻസ് u മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മേലത്തെ ലെയർ u പ്ലസ് du ഡിസ്റ്റൻസ് മുന്നോട്ട് പോയിട്ടുണ്ടാവും. ആദ്യത്തെ ലെയർ ഒരു u ഡിസ്റ്റൻസ് പോകുമ്പോൾ അതിന്റെ മേലത്തെ ലെയർ ഒരു ചെറിയ ഡിസ്റ്റൻസും കൂടെ കൂട്ടി. അപ്പം ഈ രീതിയിലായിരിക്കും ഒരു ഫ്ലോ ഉണ്ടാവുക അല്ലെ? ഇതിങ്ങനെ ഓരോ ഗിവൺ ടൈമിൽ ഈ പാർട്ടിക്കിൾ ഡിസ്പ്ലേസ് ആയതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി ആണ് എന്നൊന്നും ഓർക്കുക. ഈ 2 പാർട്ടിക്കിൾ അല്ലെങ്കിൽ 2 ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഞാൻ dy ആയിട്ട് എടുത്തു. ഒന്നാമത്തെ ലെയർ
അറ്റ് എ ഡിസ്റ്റൻസ്, അതായത് ഇതിന്റെ തമ്മിലുണ്ടാവുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ് dy, തമ്മിലുണ്ടാകുന്ന ആ ഒരു ചെറിയ മാറ്റം. അതുപോലെ തന്നെ ഈ രണ്ട് ലെയറും തമ്മിലുണ്ടാവുന്ന ആ ഒരു വെലോസിറ്റിന്റെ വ്യത്യാസമാണ് എന്ത്, du. ഓക്കെ ആണോ? ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഡെറിവേഷൻ വേണ്ട, പക്ഷെ നിങ്ങൾ ഈ ഒരു ലോ ഒന്ന് ഓർത്തിരിക്കുക. അപ്പം ഈ du/dy ആണ് എന്ത്, വെലോസിറ്റി ഗ്രേഡിയന്റ്. അതായത് ഇത്ര ഹൈറ്റ് പോയപ്പോൾ എത്രയാണ് അതിന് വന്ന മാറ്റം. ഒരു du അല്ലെങ്കിൽ സോറി ഒരു dy ഹൈറ്റ് പോയപ്പോഴത്തേക്കും രണ്ട് ലെയർ തമ്മിൽ ഉണ്ടാവുന്ന വെലോസിറ്റിന്റെ വ്യത്യാസം എത്രയാണ്, അതാണ് വെലോസിറ്റിയുടെ ഗ്രേഡിയന്റ്, എത്ര മാത്രം വർധനവ്, du/dy. അപ്പം ന്യൂട്ടൺ ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത് ഈ ഷിയർ സ്ട്രെസ് du/dy ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവും എന്നാണ്. അതായത് ഈ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുമ്പോൾ ഇത്രേ ഉള്ളൂ, ഒരു വസ്തു കൂടിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ വസ്തു കൂടുമെന്ന് മാത്രമാണ് ആ ഒരു പ്രൊപ്പോർഷണാലിറ്റി കൊണ്ട് പറയുന്നത്. അപ്പം ന്യൂട്ടൺ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ എപ്പോഴും അതിനകത്തേക്ക് എന്ത് ചെയ്യണം, ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു എത്തിക്കണേൽ അവിടെ നമ്മൾ ഒരു കോൺസ്റ്റന്റിനെ ആഡ് ചെയ്യാറില്ലേ, എല്ലാ കേസിലും അങ്ങനെയല്ലേ വരിക. അതായത് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതിനെ ഞാൻ k എന്ന് എടുക്കുന്നു, ഇൻറ്റു du/dy. ഈ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ മ്യൂ എന്ന് പറയുന്നത്, മ്യൂ ഇൻറ്റു du/dy. ഈ മ്യൂ എന്താണ്, കേട്ടിട്ടുണ്ടോ? ഈ മ്യൂ ആണ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. ഓക്കെ, റെഡിയാണോ? ഇത്രയേ ഉള്ളൂ, ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഇത്രയേ ഉള്ളൂ. Shear stress developed between the layers will be directly proportional to the velocity gradient. ഈ പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസ്റ്റന്റ്, അത് ആ ഒരു ലിക്വിഡിന്റെ ഒരു പാരാമീറ്റർ ആണ്. ആ പാരാമീറ്ററിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി. ഡൈനാമിക് വിസ്കോസിറ്റി. ഓക്കെ ആണോ? കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി അല്ലെങ്കിൽ ഡൈനാമിക് വിസ്കോസിറ്റി. റെഡി? ഓക്കെ, ഞാൻ ഈ മീറ്റിംഗ് എൻഡ് ചെയ്യാം. ജസ്റ്റ് ഇതേ ലിങ്കിൽ കൂടെ തന്നെ നിങ്ങൾ ഒന്നുകൂടെ കയറുമോ? ഒരു 20 മിനിറ്റ് വേഗം തീർക്കാം. ഇതേ ലിങ്കിൽ കൂടെ ഒന്നുകൂടെ കയറുക കേട്ടോ. ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യുന്നുണ്ട്. ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വെലോസിറ്റി ഗ്രേഡിയന്റ്. ഈ ഒരു കോൺസ്റ്റന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡൈനാമിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് എന്തായിരിക്കും? അപ്പം ജസ്റ്റ് ഞാനിപ്പം മ്യൂ എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എന്ത് വരും, ടോ ഡിവൈഡ് ബൈ du/dy അല്ലേ വരിക. റെഡിയാണോ? du/dy. ഓക്കെ അല്ലേ? റെഡി? ടോ എന്ന് പറയുന്നത് എന്താണ്, ഷിയർ സ്ട്രെസ് അല്ലെ. സ്ട്രെസിന്റെ യൂണിറ്റ് എന്താണ്, മീറ്റർ പെർ സോറി ഓക്കെ. സ്ട്രെസിന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എഴുതാം. വെലോസിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ഡിവൈന്റെ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും മീറ്റർ. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വരിക, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ഡിവൈഡഡ് ബൈ മീറ്റർ പെർ സെക്കൻഡ്. അതായത് ഇതിന്റെ റെസിപ്രോക്കൽ എടുത്തു, ഈ ഒരു ടേമിന്റെ റെസിപ്രോക്കൽ എടുത്തു, അതാണ് മീറ്റർ ഡിവൈഡ് ബൈ മീറ്റർ പെർ സെക്കൻഡ് വന്നത്. ഇതിന് ഞാൻ ഒന്നുകൂടെ എടുക്കാം, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു മീറ്റർ ഡിവൈഡഡ് ബൈ മീറ്റർ ഇൻറ്റു സെക്കൻഡ് വരും. ഈ സെക്കൻഡിനെ നമ്മൾ എന്താക്കി, റെസിപ്രോക്കൽ എടുത്തു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് വരും, ഈ മീറ്ററും ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. ഓക്കെ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. അപ്പൊ ഇത് ജസ്റ്റ് ഓർക്കുക, ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഫ്ലൂയിഡിന്റെ കേസിൽ അതിനെ നമ്മൾ പ്രഷർ എന്നാ പറയാം. ഒരു ഗിവൺ യൂണിറ്റിൽ എത്രമാത്രമാണ് അതിനകത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ലിക്വിഡിന്റെ കേസ് ആകുമ്പോൾ എന്തായിരിക്കും, അത് പ്രഷർ അല്ലേ. പ്രഷർ ആയതുകൊണ്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും,
പാസ്കൽ ഇൻറ്റു സെക്കൻഡ്. ഇതാണ് എന്തിന്റെ യൂണിറ്റ്? ഡൈനാമിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ്. പാസ്കൽ സെക്കൻഡ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പ്രഷർ ആണ്. പ്രഷറിന്റെ യൂണിറ്റ് എന്താക്കി? പാസ്കൽ. പാസ്കൽ സെക്കൻഡ്. ലിക്വിഡ് ആയതുകൊണ്ടാണ്. അപ്പൊ ഇതെങ്ങനെയാ വന്നതെന്ന് ഓർക്കാലോ. ഇനി ഡൈനാമിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് എന്താന്ന് പറയുമ്പോഴത്തേക്കും ചാടി പറഞ്ഞോണം. എന്താണ്? പാസ്കൽ സെക്കൻഡ്. ഇതെന്താണ്? SI സിസ്റ്റത്തിൽ. ഇനി സെന്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റിലാണ് നമ്മൾ അതിനെ പറയുന്നത് പോയിസി എന്നാണ്. ഓക്കെ, ഡൈനാമിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റ് തന്നെ ഇറ്റ് ഈസ് പോയിസി. POISSE. ഇതും പുതിയൊരു ടേം ആയിരിക്കും. ഓർത്താൽ മാത്രം പോരാ, പഠിക്കും വേണം. അപ്പം ഡൈനാമിക് വിസ്കോസിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കുക. അതിന്റെ യൂണിറ്റ് പാസ്കൽ സെക്കൻഡ് ആണ് എന്നൊന്ന് ഓർത്തിരിക്കുക. സെന്റിഗ്രാം, അതായത് CGS സിസ്റ്റത്തിലാണ് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് പാസ്കൽ സിസ്റ്റം. മേലത്തത് എന്താണ്? മേലത്തത് എന്ന് പറയുന്നത് SI സിസ്റ്റവും CGS സിസ്റ്റത്തിൽ പോയിസി ആണ്. അല്ലെങ്കിൽ നമുക്ക് DYNE ഡൈൻ പെർ സെന്റിമീറ്റർ സ്ക്വയർ ഇൻറ്റു സെക്കൻഡ്. ന്യൂട്ടന്റെ CGS സിസ്റ്റം ആണ് ഡൈൻ. മീറ്റർ സ്ക്വയറിന്റെ CGS സിസ്റ്റത്തിൽ സെന്റിമീറ്റർ സ്ക്വയർ. സെക്കൻഡ് അത് തന്നെ. മനസ്സിലായോ? ഓക്കെ ആണ്, വേഗം പറഞ്ഞു. ഇനി ജസ്റ്റ് ഇത് തമ്മിലുള്ള കമ്പാരിസൺ കൂടെ പറയാം. 1 പോയിസി വിൽ ബി ഈക്വൽ ടു 0.1 പാസ്കൽ സെക്കൻഡ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്നൊന്ന് ഓർത്തിരിക്കുക. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇത് വെച്ചൊരു കൺവേർഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം 1 പോയിസി എന്ന് പറയുന്നത് 0.1 പാസ്കൽ സെക്കൻഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ ആ നോട്ടിലൊന്ന് രേഖപ്പെടുത്തി വെച്ചേക്കുക. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡൈനാമിക് വിസ്കോസിറ്റി ആണ് അല്ലെ. ഇതുപോലെ തന്നെ ഉള്ള ഒരു ടേം ആണ് കൈനമാറ്റിക് വിസ്കോസിറ്റി. കൈനമാറ്റിക് വിസ്കോസിറ്റി. എന്താണ് കൈനമാറ്റിക് വിസ്കോസിറ്റി? കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് വെച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ആണ്. ഓക്കെ, കൈനമാറ്റിക് വിസ്കോസിറ്റി വിൽ ബി ഈക്വൽ ടു ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഡെൻസിറ്റിന്റെ യൂണിറ്റ് എന്താണ്? മാസ് ബൈ വോളിയം അല്ലെ. അപ്പം ഇതും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ യൂണിറ്റ് ആയിട്ട് കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് വരും. മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. CGS സിസ്റ്റത്തിലാണ് ഡൈനാമിക് വിസ്കോസിറ്റിന്റെ യൂണിറ്റിനെ നമ്മൾ ഇവിടെ പോയിസി ആണ് പഠിച്ചത്. ഇവിടെ നമ്മൾ സ്റ്റോക്സ്, ഒരു ഇംഗ്ലണ്ട് പ്ലെയർ സ്റ്റോക്സ് അല്ലെ. അപ്പം കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ SI സിസ്റ്റത്തിൽ ആരോ ബോഡി കുത്തുവരയ്ക്കുന്നുണ്ട്. മീറ്റർ പെർ ഡൈനാമിക് വിസ്കോസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണ് എന്ത്? കൈനമാറ്റിക് വിസ്കോസിറ്റി. അതിന്റെ യൂണിറ്റ് SI സിസ്റ്റത്തിലാണ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. CGSലാണെങ്കിൽ എന്താണ്? സ്റ്റോക്സ്. ഇച്ചിരി സ്പീഡായി പോയിട്ടുണ്ട് അല്ലെ. അപ്പം ഇത്ര ഒന്ന് ഓർത്തിരിക്കുക. ഞാനിത് ഒന്നുകൂടെ പറയാം, കുഴപ്പമില്ല. അപ്പം ഇതേ സാധനം ഞാനൊരു പ്രോബ്ലം വരുമ്പോൾ അതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തരാം. ഓക്കെ, അടുത്തത് എന്താണ്? വേപ്പർ പ്രഷർ. അതായത് നമ്മളിപ്പം ഒരു ഗിവൺ ലിക്വിഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുവാണെന്ന് വിചാരിക്കുക, ചൂടാക്കുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ ചൂടാക്കുന്നത് കാരണം അതിനകത്തുള്ള കുറച്ച് മോളിക്യൂൾസ് എന്താണ്? പുറത്തേക്ക് എസ്കേപ്പ് ആവും അല്ലെ. പുറത്തേക്ക് ഇങ്ങനെ എസ്കേപ്പ് ആവും. ഇങ്ങനെ ഈ പുറത്തേക്ക് പോയ ഈ ഒരു വാട്ടറിന്റെ ഗ്യാസ്, അതായത് ആ ഒരു വേപ്പർ തിരിച്ച് ഈ ലിക്വിഡിൽ എന്ത് കൊടുക്കുന്നു? ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ. അതിന്റെ വേപ്പർ ആ ലിക്വിഡിലേക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു പ്രഷർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എന്താണ് വേപ്പർ പ്രഷർ? ദി പ്രഷർ എക്സേർട്ടഡ് ബൈ ദി ഗ്യാസ്, അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡിന്റെ വേപ്പർ ഓൺ ദി ലിക്വിഡ് സർഫേസ്, അതിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനേഷൻ ആയിട്ട് വേണം നിങ്ങൾക്ക് വായിക്കാം. Vapor pressure is a measure of the tendency of a material to change into gas or vapor state, and it increases with the temperature. അതായത് ഈ പ്രഷർ കാരണം, അല്ലെങ്കിൽ ഈ വേപ്പർ പ്രഷർ കുറവാണെങ്കിൽ എന്താണ്? പെട്ടെന്ന് ഇത് പുറത്തേക്ക് ജോയിൻ ആവും. ചാർജ് തീരാനായി ഒരു സെക്കൻഡ്.
ഓക്കെ, അങ്ങനെ ഓക്കെ. ഈ ലിക്വിഡിന്റെ മോളിക്യൂൾസ് ഈ ലിക്വിഡ് അതായത് വാട്ടർ മോളിക്യൂൾസ് വേപ്പർ സ്റ്റേറ്റ് എത്തിയതിനു ശേഷം തിരിച്ച് ഈ ലിക്വിഡിലേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രഷറാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദി വേപ്പർ പ്രഷർ at the surface of the liquid becomes equal to the pressure exerted by the surroundings is called as boiling point. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാനുണ്ട്. ജസ്റ്റ് വേപ്പർ പ്രഷറിന്റെ ഡെഫിനേഷൻ ഇവിടെ പഠിക്കുക. ബോയിലിംഗ് പോയിന്റും കാര്യങ്ങളും ഞാൻ പ്രഷർ കുക്കറിന്റെ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം വേപ്പർ പ്രഷർ എന്താണെന്ന് ഓർക്കാലോ. ഇന്ന് ഒരുപാട് എടുത്താലും നിങ്ങൾക്ക് മടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊന്ന് ഓർപ്പിച്ചാൽ മതി കേട്ടോ. അടുത്തത് എന്താണ് സർഫസ് ടെൻഷൻ? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? അഭിനവ് കേൾക്കുന്നുണ്ടോ? അഭിനവ് കേൾക്കുന്നുണ്ടോ? അഭിനവ് കേൾക്കാവോ? കഷ്ടപ്പെട്ട് ഫോൺ തുറന്നു വെച്ചിട്ട് നിങ്ങൾ ആരും പോയേക്കില്ലേ? അഭിനവ് സർഫസ് ടെൻഷൻ മുമ്പ് കേട്ടിട്ടുണ്ടോ? എന്തായിരുന്നു സാധനം? എന്തുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ കേട്ടത്? ഹലോ സാർ, ജസ്റ്റ് ഒരു കോൾ വന്നിരുന്നു. നടത്തിയാൾ സർഫസ് ടെൻഷൻ. ഹലോ, പറഞ്ഞു കേൾക്കുന്നുണ്ടോ? കേക്കാം പറഞ്ഞു. അത് മറ്റേ വെള്ളമൊക്കെ ഡ്രോപ്ലെറ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം എന്താണ്? ഇലയിലൊക്കെ നിൽക്കാനുള്ള കാരണം സർഫസ് ടെൻഷൻ അല്ലെ? അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തോളാം, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബീക്കറിൽ അതിന്റെ ഇത് ചിത്രമുണ്ട്, ജസ്റ്റ് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ലിക്വിഡിന്റെ ഡ്രോപ്പ് എപ്പോഴും എന്താണ്, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലേക്ക് എത്തും. അത് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പം ഒരു ലിക്വിഡിന്റെ സർഫസ് നോക്കുവാണെങ്കിൽ, ഓക്കെ, ഇവിടെ ഒരു മോളിക്യൂൾ എടുക്കുവാണ്, ഇവിടെ ഒരു മോളിക്യൂൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇവിടെയുള്ള മോളിക്യൂൾസിൽ എപ്പോഴും എന്താണ്, ഇങ്ങനെ എല്ലാ ഭാഗത്തുനിന്നും ഫോഴ്സ് ഉണ്ടാവും. ചുറ്റുമുള്ള മോളിക്യൂൾസിൽ നിന്നും എല്ലാ ഭാഗത്തുനിന്നും ഒരേ രീതിയിലുള്ള ഫോഴ്സ് ഉണ്ടാവും. പക്ഷെ ഒരു ഫ്ലൂയിഡിന്റെ സർഫസ് നോക്കാൻ നേരത്ത് ഇവിടെ എയറും ഇവിടെ ലിക്വിഡും, ഈ ലിക്വിഡിനെ താഴേക്ക് ഇങ്ങനെ വലിക്കാനായിട്ട് മാത്രമാണ് എന്ത് മോളിക്യൂൾസ് ഉള്ളത്. മേലോട്ട് വലിക്കാനായിട്ട്, അതായത് ആ ഒരു എയറുമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ അട്രാക്ഷൻ എന്താണ്, സ്വന്തം മോളിക്യൂളിലേക്ക് ആക്കാനും വരിക അല്ലെ, അടിക്ക് ചാൻസ് ഉണ്ട് അല്ലെ. അപ്പം ഈ രീതിയിൽ എപ്പോഴും ഈ ഒരു പാർട്ടിക്കിൾ അഡസീവ് ഫോഴ്സ്, അതായത് കൊഹസീവ് ഫോഴ്സ് കൂടുന്ന കേസിൽ എന്ത് സംഭവിക്കുന്നു, ആ ഒരു ലിക്വിഡിന് അതിൻ്റെതായ ലിക്വിഡ് തന്നെ വലിച്ച് ഉള്ളിലേക്ക് നിർത്താൻ നോക്കുന്നു. അങ്ങനെ ഒരു മിനിമം സർഫസ് ഏരിയ ഉള്ള ഒരു രൂപത്തിലേക്ക് ഈ ഒരു ഫ്ലൂയിഡ് എപ്പോഴും നിലനിൽക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ചെറിയ തിൻ ടെസ്റ്റ് ട്യൂബ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ലിക്വിഡ് ഉണ്ടാവുക, ഉള്ളിലേക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കും. കാരണം എന്താണ്, കൊഹസീവ് ഫോഴ്സ്, ആ ലിക്വിഡിന്റെ തന്നെ പാർട്ടിക്കിള് താഴേക്ക് ഇങ്ങനെ പുൾ ചെയ്യുന്ന കാരണം. അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത് ആവുന്നത്, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് എ പ്രോപ്പർട്ടി ഓഫ് ദി സർഫേസ് ഓഫ് എ ലിക്വിഡ് ദാറ്റ് അലൗസ് ഇറ്റ് ടു റെസിസ്റ്റ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ഡ്യൂ ടു കൊഹസീവ് നേച്ചർ ഓഫ് ദി വാട്ടർ മോളിക്യൂൾസ്. ഇവിടെ പ്രീഡോമിനേറ്റ് ആയിട്ട് വരുന്നത് എന്താണ്, വാട്ടറിന്റെ ആ ഒരു, നിങ്ങൾ ആരോ ഈ ബോർഡിൽ വരച്ചേക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ആരെങ്കിലും ഒന്ന് വായിച്ചു കളയോ? നിങ്ങൾ ആരോ ബോർഡിൽ വരച്ചതിനകത്തൊക്കെ തെളിയുന്നു, മനസ്സിലായില്ലേ? അപ്പൊ എന്താണ്, കൊഹസീവ് ഫോഴ്സ് കൂടുന്നു, ബാക്കി എക്സ്റ്റേണൽ ആയിട്ട് കിടക്കുന്ന ആ ഒരു ഗ്യാസ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതിൽ നിന്ന് റിപ്പൽ ചെയ്ത് വലിഞ്ഞു നിൽക്കാനുള്ള ആ ഒരു ചാൻസ് അല്ലെങ്കിൽ ആ ഒരു ടെൻഡൻസി, ആ പ്രോപ്പർട്ടിയാണ് എന്തായിട്ട് പറയുന്നത്, സർഫസ് ടെൻഷൻ ആയിട്ട് പറയുന്നത്. ഓക്കെ, മടുത്തോ ഇല്ലല്ലോ? കണ്ടിന്യൂ ചെയ്യട്ടെ. ലാസ്റ്റ് ആണ്, കാപ്പിലാരിറ്റിയും കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ക്വിസ്. ഇപ്പൊ കാപ്പിലാരിറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ലാസ്റ്റ് ആണ്, ഇപ്പൊ തീർക്കാം. കാപ്പിലാരിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ തിൻ ആയിട്ടുള്ള ഒരു ട്യൂബ് നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ട്യൂബിൽ കൂടെ വെള്ളം ഇങ്ങനെ വലിഞ്ഞു കയറി അതിനകത്തേക്ക് കയറുന്നത് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. കാപ്പിലാരിറ്റി റൈസും ഉണ്ടാവാം, കാപ്പിലാരിറ്റി ഫാളും ഉണ്ടാവാം. ഇവിടെ നമ്മളിപ്പം വാട്ടറിനകത്ത് നമ്മളിപ്പോൾ ചെറിയൊരു ട്യൂബ്, ചെറിയൊരു ഓട്ടമുള്ള ഒരു ട്യൂബ് അതിനകത്ത് ഇമേഴ്സ് ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ്, അതിനകത്തൂടെ വെള്ളം ഇങ്ങനെ കയറി വരുന്നത് കാണാം. ഈ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത്. അതേപോലെ ഇപ്പൊ നിങ്ങൾ കാണാത്തൊരു കാര്യമായിരിക്കും, മെർക്കുറിയിൽ നമ്മളൊരു ഇതേപോലെ ഒരു ട്യൂബ് ഇറക്കി വെച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ലിക്വിഡ് അതിനകത്ത് നിന്ന് താഴേക്ക് വലിയാനാണ് ചാൻസ്. ഇവിടെ ജസ്റ്റ് നോക്കുക, ഇവിടെ നോക്കുക,
ഈ ലിക്വിഡിന് ഈ ഒരു ഗ്ലാസ് ട്യൂബിലേക്ക് വരുന്ന അട്രാക്ഷൻ കൂടി വരുവാണ്. അതായത് അവിടെ അഡ്ഹഷൻ ഗ്രേറ്റർ ദാൻ കോഹഷൻ വരുന്ന കേസിൽ എന്താണ്, ഇത് മേലേക്ക് കയറി വരും. ഇവിടെ ഒന്ന് നോക്കിക്കേ, ഇതിങ്ങനെ താഴേക്ക് പോകുമ്പോഴത്തേക്കും ഇതിനകത്ത് എക്സ്റ്റേണൽ ആയിട്ടൊരു ഗ്ലാസ് പാർട്ടിക്കിൾ അല്ല വരുന്നത്. അപ്പം ഇവിടെ ഏത് രീതിയിലാണ് മെനിസ്കസ് വരുന്നത്? ഇങ്ങനെ ഈ വരുന്ന ഷേപ്പിനാണ് മെനിസ്കസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് അത് ഉള്ളിലേക്കാണ് നിൽക്കുന്നത്. അതായത് ഗ്ലാസിനേക്കാളും അതിന്റെ തന്നെ പാർട്ടിക്കിളിലേക്കാണ് അട്രാക്ഷൻ. ഇവിടെ കോഹഷൻ അല്ലേ കൂടുതൽ. ഈ ഭാഗത്ത് നോക്കിക്കേ, വന്ന ഗ്ലാസിനോടാണ് അവന് കൂടുതൽ അട്രാക്ഷൻ. വലിഞ്ഞു കയറി വന്ന ഗ്ലാസിനോടാണ് കൂടുതൽ അട്രാക്ഷൻ. അതുകൊണ്ടല്ലേ അതിനോട് ചേർന്ന് നിൽക്കുന്നത്. അപ്പം ഈ ഒരു കേസിലായിരിക്കും കൂടുതലായിട്ടും എന്ത് വരിക, കാപ്പിലാരിറ്റി റൈസ് വരിക. കോഷൻ കൂടുന്ന കേസിൽ കൂടുതലായിട്ടും എന്ത് വരും, കാപ്പിലാരിറ്റി ഫാള് വരും. ആ കൺസെപ്റ്റ് മനസ്സിലായോ? ഇപ്പൊ കാപ്പിലാരിറ്റി ആക്ഷൻ അതിന്റെ ഡെഫിനിഷൻ ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ഫോഴ്സിനെയും, ഇപ്പൊ ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു വസ്തു താഴേക്ക് തന്നെ നിൽക്കാൻ ശ്രമിക്കില്ല. ഈ ഗ്രാവിറ്റി അങ്ങനെ വരുന്ന എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സിനെയും ഓപ്പോസ് ചെയ്ത് ഈ ചെറിയ നാരോ ആയിട്ടുള്ള ട്യൂബിൽ കൂടെ ഇങ്ങനെ കയറാനോ അല്ലെങ്കിൽ ഇറങ്ങി പോകാനോ ഉള്ള ആ ഒരു ടെൻഡൻസി ആണ് എന്ത്, കാപ്പിലാരിറ്റി ആക്ഷൻ അല്ലെങ്കിൽ കാപ്പിലാരിറ്റി മോഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കാപ്പിലാരിറ്റി അല്ലെങ്കിൽ കാപ്പിലറി ആക്ഷൻ ഇത്രയും ടേം മാത്രം ഓർത്തിട്ട് ബാക്കി എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സിനെയും ഓപ്പോസ് ചെയ്ത് ഇങ്ങനെ ഇതിനകത്തേക്ക് കയറാനുള്ള ആ ഒരു ടെൻഡൻസി, അതിനെയാണ് നമ്മൾ കാപ്പിലാരിറ്റി റൈസ് അല്ലെങ്കിൽ കാപ്പിലാരിറ്റി ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാപ്പിലാരിറ്റി ആക്ഷന്റെ ഇക്വേഷൻ H വിൽ ബി ഈക്വൽ ടു, ഓർമ്മയുണ്ടോ, 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ റോ ജി ഡി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കാപ്പിലാരിറ്റി റൈസ് എന്ന് പറയുന്നത് 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡ് ബൈ റോ ജി ഡി. ഇതുമായിട്ടൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അത് 4 എന്താണെന്ന് നിങ്ങൾക്കറിയാം. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ. ഓക്കെ, ഇതിനകത്ത് ഈ തീറ്റ എന്ന് പറയുന്നത് ജസ്റ്റ് നോക്കുക, ഈ ഒരു ലൈനില്ലേ, ഇങ്ങനെ പോകുന്ന ഈ ഒരു ലൈന് ബീക്കറായിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിൾ ആണ് തീറ്റ. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ലൈൻ ബീക്കറായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് തീറ്റ. അപ്പൊ നമ്മളിവിടെ സൈൻ കൊടുക്കണ്ട. ഈ തീറ്റേന്റെ വാല്യൂ 90യിൽ കൂടുകയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നെഗറ്റീവ് ആയിട്ട് വരും. അപ്പൊ ഓർത്തോളാം, അത് ഫാൾ ആവും. കോസ് തീറ്റേന്റെ വാല്യൂ 90ക്ക് മേലേക്ക് പോകുമ്പോഴത്തേക്ക് എന്താണ്, നെഗറ്റീവ് ആയിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ വരും. അപ്പം സിഗ്മ മനസ്സിലായി. തീറ്റ എന്താണ്, ഈ ഒരു ആംഗിൾ വിച്ച് ദി മെനിസ്കസ് മേക്സ് വിത്ത് ദി ഗ്ലാസ് ട്യൂബ്, ഇതാണ് തീറ്റ. രണ്ട് കേസിൽ മനസ്സിലായല്ലോ. റോ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി, ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഡി എന്ന് പറയുന്ന ഡയമീറ്റർ ഓഫ് ദി ട്യൂബ്. ഈ ഒരു കൺസിഡർ ചെയ്തിരിക്കുന്ന ട്യൂബിന്റെ ഡയ ആണ് ഡി. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. H equal to 4 സിഗ്മ കോസ് തീറ്റ ഡിവൈഡ് ബൈ റോ ജി ഡി. റെഡി ആണല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് വേഗം ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്യൂസിലേക്ക് പോവാം. സമയമായി. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ. ഞാൻ പറഞ്ഞാൽ ഈ ഒരു സമയം അടുത്ത ദിവസം നമുക്ക് 40 മിനിറ്റ് നിർത്താം. ഒരുപാട് കൂടി പോയോ എന്നൊരു സംശയം. റെഡി ആണെങ്കിൽ നമുക്ക് ക്യൂസിലേക്ക് പോവാം. ക്യൂസ് എടുക്കട്ടെ? ഓക്കെ, സെക്കൻഡ്. എല്ലാവരും ആ തന്നിരിക്കുന്ന ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്യുക, പറ്റിയ ജോയിൻ ചെയ്യുക. 5 ക്വസ്റ്റ്യൻ ആണുള്ളത്. സ്പീഡ് ചെയ്യുന്നവർക്ക് കൂടുതൽ മാർക്ക്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യത്തെ വരുന്ന 5 പേർക്ക് ഒരു എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവും. എക്സാമിന് കുറച്ച് മാർക്ക് കൂടുതൽ, അങ്ങനെ എന്തെങ്കിലും. ആർക്കെങ്കിലും ലിങ്ക് കിട്ടിയില്ലേ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. സൂമിൽ തന്നെ ചാറ്റ് ചെയ്താൽ മതി, ഞാൻ ലിങ്ക് അയച്ചുതരാം. ഹലോ, ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കോ? ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കോ? ഓക്കെ, 25 ആൾക്കാർ ജോയിൻ ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു അല്ലേ? ലിങ്ക് ഞാൻ ഒന്നുകൂടി ഇടാം. ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ല ഒന്നുകൂടി ജോയിൻ ചെയ്യാം. റെഡി? എത്ര ആൾക്കാരാണുള്ളത്? അപ്പൊ ഞാൻ പറഞ്ഞു 5 ചോദ്യങ്ങളാണുള്ളത്. സ്പീഡ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യത്തെ 5 പേർക്ക് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ പെർഫോം ചെയ്യണം. അതായത് ജസ്റ്റ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ബോറടിക്കാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും മെച്ചം വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ആ രീതിയിൽ തന്നെ അതെടുക്കുക. സ്റ്റാർട്ട് ചെയ്യണേ.
ഓക്കെ, 32 ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ജോയിൻ ചെയ്യാനുണ്ടല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഓഫ് സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയത്തിന്റെ യൂണിറ്റ് എന്താണ്? സ്പെസിഫിക് വോളിയം ആണ്. ശ്രദ്ധിച്ച് ചെയ്യണം, കറക്കി കുത്തി തെറ്റിച്ചേക്കല്ലേ. 15 സെക്കൻഡ്, 13 സെക്കൻഡ് ബാക്കിയുണ്ട്. ഒന്നുകൂടെ ജോയിൻ ചെയ്തേ. ഓക്കെ, 16 പേര് ശരിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും ആദ്യം ചെയ്ത ആരാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഏറ്റവും സ്പീഡിൽ ചെയ്തത് അരുണിമയാണ്. ഓക്കെ, ജസ്ലിൻ, മുഹമ്മദ് ബഷീർ ഒക്കെ ഉണ്ട്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, കറക്റ്റ് ആയിട്ട് ചെയ്യുക, അതിനാണ് മാർക്ക് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ നമ്പർ 2. ഞാൻ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യണമായിരുന്നു. മെഷർ ഓഫ് റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഫ്ലോയ്ക്കുള്ള ആ ഒരു റെസിസ്റ്റൻസ് ടു ദി ഫ്ലോ എന്താണ്? നേരത്തെ എക്സ്പ്ലനേഷൻ ഞാൻ വേണേൽ പറയാം. സ്പെസിഫിക് വോളിയത്തിന്റെ അല്ലേ, അപ്പം ഒരു ഗിവൺ വെയിറ്റിൽ എത്ര വോളിയം ആയിരുന്നു ഉണ്ടായിരുന്നാണ് ചോദ്യം. അപ്പം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം അതായിരുന്നു അതിന്റെ യൂണിറ്റ്. കറക്റ്റ് ആൻസർ 47% ആൾക്കാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇത് കുറച്ചുപേരെ തെറ്റിച്ചിട്ടുള്ളൂ. 88% ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഏറ്റവും ആദ്യം ചെയ്ത ആൾക്കാരെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ഓക്കെ, സ്പീഡിന്റെ ഇതില് അടുത്ത് ജസ്ലിൻ കയറിയിട്ടുണ്ട്. ജസ്ലിൻ 1, അരുണിമ 2. ഇത് അഭിനവും ഒരേ സ്പീഡിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. അപ്പൊ തെറ്റുന്ന ഒരു കുഴപ്പമൊന്നുമില്ല. ഇനി ഇവരും ചിലപ്പോൾ തെറ്റിക്കുമ്പോൾ നിങ്ങൾ കയറി വരും കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യൂണിറ്റ് ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, ഗ്രാം പെർ സെന്റിമീറ്റർ ക്യൂബ്, നൺ ഓഫ് ദിസ്. സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ഓക്കെ, ഇതും കുറച്ചുപേര് തെറ്റിച്ചല്ലോ. സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ യൂണിറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അല്ലേ. അപ്പൊ 2 ഡെൻസിറ്റി ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല. അപ്പൊ നമുക്ക് ഇതും നോക്കാം ആരൊക്കെ ശരിയാക്കിയിട്ടുണ്ട് എന്ന്. ഓക്കെ, ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വരുന്നത് അല്ലെ. ഇത് ദിൽഷാദാണ് ഏറ്റവും സ്പീഡ് ചെയ്തത് കേട്ടോ. ഇതിന്റെ ആൻസർ ഏറ്റവും സ്പീഡ് ചെയ്തത് ദിൽഷാദാണ്. സ്ഥാനത്തിന് വലിയ മാറ്റമൊന്നുമില്ല. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 4. ഇതൊന്നും വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്, ചെയ്തോണം. ഫൈൻഡ് ദി ഡെൻസിറ്റി ഓഫ് ദി ഫ്ലൂയിഡ് ഹുസ് സ്പെസിഫിക് ഗ്രാവിറ്റി 0.86. നമ്മൾ ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. സ്പെസിഫിക് ഗ്രാവിറ്റി 0.86 ആണ്. അതിന്റെ ഡെൻസിറ്റി എത്രയാണ്? അപ്പൊ നമ്മൾ ആ സെഷൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ടുള്ള ഒരു ഉപയോഗം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ജസ്റ്റ് ഡെൻസിറ്റി ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി എസ് എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഇവിടെ തന്നിട്ടുണ്ട്, എസ് തന്നിട്ടുണ്ട് 0.86 ആണ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ആണ് നമുക്ക് അറിയാത്തത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ചെയ്യുക. അപ്പൊ 1000 കൊണ്ട് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.86 ഇൻറ്റു 1000 എത്ര വരും? 860. അതാണ് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഓപ്ഷൻ സി.
ഓക്കെ, ഇത് കുറച്ച് പേര് തെറ്റിച്ചു അല്ലെ, സമയം തികയാണ്ട് വന്നു, കുറച്ച് സമയം കൊണ്ടിട്ടായിരുന്നു അല്ലെ. അപ്പോ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് തോന്നുന്നല്ലോ. എത്ര ക്വസ്റ്റ്യൻ ആയി? ഇത് കുറെ പേര് തെറ്റിച്ചാ. ഓക്കെ, ദിൽഷാദ് കയറി. ഞാൻ പറഞ്ഞില്ലേ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്നാൽ കറക്റ്റ് ആൻസർ വരാൻ ചാൻസ് ഉണ്ടെന്ന്. ടോണിയാണ് ഇത് ഏറ്റവും സ്പീഡ് ചെയ്തത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 ഉണ്ട്, ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 5. സർഫസ് ടെൻഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു. സർഫസ് ടെൻഷൻ കാരണമാകുന്ന എന്താണ്? അഡ്ഹഷൻ ആണോ, കൊഹഷൻ ആണോ, ഗ്രാവിറ്റി ആണോ, പ്രഷർ ആണോ? സർഫസ് ടെൻഷന് പ്രീഡോമിനേറ്റ് ആയി പോകുന്നത് അതിന്റെ കാരണം എന്താണ്? അഡ്ഹഷൻ, കൊഹഷൻ, ഗ്രാവിറ്റി, പ്രഷർ, ഏതാ? ഓക്കെ, 50% ആൾക്കാർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാം തന്നെ ആൻസർ ചെയ്തവരുണ്ട് അല്ലെ. അപ്പോ സർഫസ് ടെൻഷന് കാരണം എന്താണ്? കൊഹഷൻ. ആ മോളിക്യൂളിന് അതിന്റെ തന്നെ മോളിക്യൂളിന് ഇങ്ങനെ വലിക്കുന്നത് കൊണ്ടല്ലേ ആ ഒരു ഷേപ്പിലേക്ക് ആയി പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് കാണാം. ദിൽഷാദ് തെറ്റിച്ചോ? ദിൽഷാദ് തെറ്റിച്ചു അല്ലെ. അപ്പോ പിന്നെയും മാറി. ഓക്കെ, ഫസ്റ്റ് പ്രൈസ് ഉള്ളത് ജസ്ലിൻ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ക്വിസ് ആണ് നമ്മൾ ഇന്ന് നടത്തിയത്. അപ്പോ ഇതിനകത്ത് 5 വരെ ഞാൻ പറയാം. ഒന്നാമത് കിട്ടിയിരിക്കുന്ന ജസ്ലിൻ, രണ്ടാമത് അരുണിമ, മൂന്നാമത് സെബാസ്റ്റ്യൻ. ആരാണ് സെബാസ്റ്റ്യൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ അഭിനവ്, ദിൽഷാദ്, അലീന, സ്വന്തം പേരിട്ട അതിപ്പോ ഞാൻ വായിച്ചേനെ. ചിത്രയുണ്ട്, അപർണയുണ്ട്, സെബാസ്റ്റ്യൻ ആയിരുന്നില്ല, സച്ചിനായിരുന്നു. ആ, സെബാസ്റ്റ്യൻ ആണ് ഇവിടെ കയറി വന്നേക്കുന്നത്. പേര് എഴുതിയപ്പോ മാറിപ്പോയതാണോ? അത് തന്നെ തല ഓട്ടോടൈപ്പ് ആയി പോയതാ. ഓക്കെ, അപ്പോ അങ്ങനെയാണ് വന്നേക്കുന്നത്. ചിത്രയുണ്ട്, അപർണയുണ്ട്, ടോണി ഉണ്ട്. ബോട്ടി ആരാണോ? ബോട്ടി വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ 5 പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ നമ്മൾ ഇന്ന് സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. പറ്റിയാൽ നമുക്ക് നാളെയും കൂടെ നടത്താം. ഞാൻ ഗ്രൂപ്പിൽ പറയാം കേട്ടോ, ക്ലാസ് ഉണ്ടെങ്കിൽ. അപ്പൊ താങ്ക് യു ഓൾ. ഓക്കെ.